ഉദ്ദാലക മഹർഷിയുടെ ആശ്രമത്തിൽ താമസിച്ച് വിദ്യ അഭ്യസിച്ചിരുന്ന ആളായിരുന്നു കഹോടൻ എന്ന ബ്രാഹ്മണൻ. വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞ് ഗുരുനാഥന് ശിഷ്യനോടുള്ള താല്പര്യ നിമിത്തം ഉദ്ദാലക മഹർഷിയുടെ പുത്രി സുജാതയെ കഹോടന് വിവാഹം ചെയ്തു കൊടുത്തു. വിവാഹാനന്തരം ഇവർ രണ്ടുപേരും ആശ്രമത്തിൽ തന്നെ താമസിച്ചു. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ സുജാത ഗർഭിണിയായി. ഗർഭിണിയായ തൻ്റെ ഭാര്യയ്ക്ക് കേൾക്കുന്നതിന് കൂടിയായിക്കൊണ്ട് സുജാതയുടെ അടുത്തിരുന്ന് കഹോടൻ ദിവസവും വേദമന്ത്രങ്ങൾ ഉച്ചരിക്കാറുണ്ട്. ഒന്നല്ല രണ്ടല്ല 8 പ്രാവശ്യം തെറ്റി അഥവാ പിഴച്ച് ഉച്ചരിച്ചപ്പോൾ ഈ സുജാതയുടെ ഗർഭത്തിലിരിക്കുന്ന അതിതേജസ്വിയായ ശിശു ഇത് അവസാനം സഹികെട്ട് ചൂണ്ടിക്കാണിച്ചു. ഇത് കഹോടനെ സംബന്ധിച്ചിടത്തോളം വലിയ അപമാനമുണ്ടാക്കി. ഇത്ര ചെറിയ കുട്ടി അതും ഗർഭത്തിലിരിക്കുമ്പോഴേ സ്വന്തം അച്ഛൻ്റെ തെറ്റ് ചൂണ്ടിക്കാണിക്കുക എന്നുള്ളത് കഹോടനെ സംബന്ധിച്ചിടത്തോളം സഹിക്കാവുന്നതിലപ്പുറമായിരുന്നു. തൻ്റെ പുത്രനാണെന്നൊക്കെ മറന്നുകൊണ്ട് ഈ ഗർഭത്തിലിരിക്കുന്ന ശിശുവിനെ കഹോടൻ ശപിച്ചു. നിന്റെ അച്ഛനാണ് ഞാനെന്ന് മറന്ന് എൻ്റെ തെറ്റ് ചൂണ്ടിക്കാണിച്ച നിനക്ക് ശരീരത്തിൽ 8 വളവുകൾ ഉണ്ടാവട്ടെ, നീ വളരെ വിരൂപനായി തീരട്ടെ എന്ന് ശപിച്ചു. കുറച്ചു കാലം കഴിഞ്ഞു സുജാത പ്രസവിച്ചു. ഈ ബാലൻ ബാക്കിയുള്ള കുട്ടികളെ പോലെ നല്ല ഒരുപാട് വളവുകളോടുകൂടി എണ്ണിയാൽ ശരീരത്തിൽ 8 വളവുകളുള്ള രൂപത്തിൽ അഷ്ടാവക്രൻ എന്ന പേരിൽ ജനിച്ചു. അല്ലെങ്കിൽ ആളുകൾ അദ്ദേഹത്തിന് അഷ്ടാവക്രൻ എന്ന് പേരിട്ടു. അഷ്ടാവക്രൻ ജനിക്കാനൊന്നും അദ്ദേഹത്തിൻ്റെ പിതാവായിട്ടുള്ള കഹോടൻ കാത്തു നിന്നില്ല. അദ്ദേഹം അവിടുന്ന് യാത്രയായി. മറ്റ് രാജ്യങ്ങളിൽ ചെന്നാൽ തൻ്റെ കയ്യിലുള്ള വിദ്യയ്ക്ക് തക്കതായ പാരിതോഷികം ലഭിക്കും എന്ന പ്രതീക്ഷയോടുകൂടി ധനം ആഗ്രഹിച്ച് അദ്ദേഹം എത്തിച്ചേർന്നത് മിഥിലയിലാണ്. മിഥില എന്ന രാജ്യം തന്നെ വളരെ പ്രശസ്തമായിട്ടുള്ള രാജ്യമാണ്. എന്തിന്? ആത്മജ്ഞാനത്തിന് വളരെ പ്രസിദ്ധമായ രാജ്യമാണ് മിഥില. ഈ മിഥിലയ്ക്ക് മറ്റൊരു പേര് കൂടിയുണ്ട്, വിദേഹം എന്നൊരു പേരുണ്ട്. മിഥില, വിദേഹം എന്നൊക്കെ പറഞ്ഞാൽ ഒരേ രാജ്യമാണ്. ഈ മിഥിലയിലെ രാജാവാണ് ജനകൻ. ജനക മഹാരാജാവിൻ്റെ കൊട്ടാരത്തിൽ ധാരാളം പണ്ഡിതന്മാരുണ്ട് എന്ന് കഹോടൻ കേട്ടിട്ടുണ്ട്.